ഗാർഡൻസ് ബൈ ദ വേയിൽ നമ്മൾ വരുമ്പം മെയിനായിട്ട് നമ്മൾ കാണേണ്ട കാഴ്ച എന്ന് പറയുമ്പം ക്ലൗഡ് ഫോറസ്റ്റ്, ഫ്ലവർ ഡോം, പിന്നെ നമ്മുടെ സൂപ്പർ ട്രീ ആൻഡ് ലൈറ്റ് ഷോ, നൈറ്റൊരു ലൈറ്റ് ഷോ ഉണ്ട്. ഇതാണ് മെയിനായിട്ടുള്ള നമ്മൾ കാണേണ്ട സംഭവങ്ങൾ. അപ്പം ഞങ്ങൾ ടൈം എടുത്ത് ഓരോന്നോരോന്നായി അങ്ങനെ കാണുമായിരുന്നു. സോ ആദ്യം ഞങ്ങൾ പോയത് ക്ലൗഡ് ഫോറസ്റ്റിലായിരുന്നു. ഭയങ്കര തണുപ്പല്ലേ? നല്ല തണുപ്പാണല്ലോ. ഓർക്കിഡാണോ? എന്ത് വലുപ്പം നോക്കി ഓർക്കിഡിന്, ഭയങ്കര വലുപ്പം. ഇത് നമ്മുടെ സാധാരണ വീട്ടിലെല്ലാം കാണുന്ന ഓർക്കിഡ്. ഇത് ഭയങ്കര വലുപ്പമല്ലേ ഓർക്കിഡിന്? വലുപ്പം ഓർക്കിഡിൻ്റെ വലുപ്പം കണ്ടോ? ഇത് നമ്മുടെ വീട്ടിലെല്ലാം കാണുന്ന ഇതും ഓർക്കിഡാണ്. പല വെറൈറ്റിയിലുള്ള വലുപ്പമുള്ള ഓർക്കിഡുകൾ കാണാൻ പറ്റുമായിരുന്നു. അത് നല്ല ബ്യൂട്ടിഫുള്ളി അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് മെയിൻറ്റെയിൻ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടുണ്ടാകും. ഇത് വേറെ തന്നെ എക്സ്പീരിയൻസാണ്. നമുക്കിത് എവിടെയും കാണാൻ പറ്റാത്ത, സിംഗപ്പൂരിൽ മാത്രം കാണാൻ പറ്റുന്നൊരു എക്സ്പീരിയൻസ് തന്നെയാണ്. പല സ്ഥലങ്ങളിൽ നിന്നുള്ള വ്യത്യസ്തമായ ചെടികൾ അവിടെ കൊണ്ടുവന്ന് നട്ട് അവർ വളരെ കെയർഫുള്ളി അതിനെ നർച്ചർ ചെയ്ത് കൊണ്ടുവരികയാണ്. പിന്നെ ത്രൂ ഔട്ട് നമുക്ക് കാണാം ആ പുക പോലത്തെ സംഭവം. അത് വേറൊന്നുമല്ല, അത് അവർ വാട്ടർ സ്പ്രേ ചെയ്യുന്നതാണ്. സ്പ്രേ ചെയ്ത് അപ്പം അതുകൊണ്ട് ഇത് നല്ലൊരു കൂളിംഗ് എഫക്റ്റും ഉണ്ടാകും. സോ ഇതൊരു ലാർജസ്റ്റ് ഗ്രീൻ ഹൗസ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം എത്ര സ്പീഷീസ് ഓഫ് പ്ലാന്റ്സ് ആണ് ഇവിടെ ഉള്ളതെന്നറിയാം. നമ്മൾ കാണാത്തതായ കുറേ പ്ലാന്റ്സ് ഇതിൻ്റെ ഉള്ളിലുണ്ട്. ആൻഡ് ആ വാട്ടർ സ്പ്രേ ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ആ ഒരു ടൈം ഉണ്ടല്ലോ, അതൊരു നല്ലൊരു കൂളിംഗ് എക്സ്പീരിയൻസാണ് തരുന്നത്. വാട്ടർ സ്പ്രേ ചെയ്ത് കഴിഞ്ഞിട്ടുള്ളൊരു ഇമ്മീഡിയറ്റ് ടൈം എന്ന് പറയുന്നത്. നമുക്ക് കാണാം വാട്ടർ എങ്ങനെയാണ് സ്പ്രേ ചെയ്യുന്നതെന്നുള്ളത്. ടോപ്പിൽ നിന്ന് അവർ വാട്ടർ സ്പ്രേ ചെയ്യാൻ തുടങ്ങും, ഏറ്റവും ടോപ്പിൽ നിന്ന്. ഇത് പല ലെയറിലായിട്ട്, പല സ്റ്റേജിലായിട്ടാണുള്ളത്. അപ്പോൾ നമ്മളെല്ലാ സ്റ്റേജിലും കയറി പോയി കാണാൻ പറ്റുന്നതാണ്. ചില വേസ് അവർ ബ്ലോക്ക് ചെയ്തിട്ടുണ്ടാകും. അടുത്ത് നമ്മൾ ഫ്ലവർ ഡോമിലേക്ക്. ഇത് ഫ്ലവർ ഡോമിൻ്റെ ക്ലൗഡ് ഫോറസ്റ്റിൻ്റെ തന്നെ അടുത്ത് തന്നെ. അവിടെ നമുക്ക് വേരിയസ് വെറൈറ്റീസ് ആൻഡ് സ്പീഷീസ് ഓഫ് ഫ്ലവേഴ്സ് പലതരത്തിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നതായിട്ട് കാണാം. അതിൽ എല്ലാ ടൈപ്പ് ഓഫ് ഫ്ലവേഴ്സും വീട്ടിൽ കാണുന്ന സാധാരണ റോസ് മുതൽ ഭയങ്കര റയർ ടൈപ്പ് ഓഫ് ഫ്ലവേഴ്സ് വരെ അവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പം ഡെയിലി മെയിൻറ്റെയിൻ ചെയ്യുക എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ഒരു കുറേ വർക്കേഴ്സിൻ്റെ ഇൻവോൾവ്മെൻ്റ് ഉണ്ടാകും. ഇത് കണ്ടതൊരു ചെറിയ കാട് പോലെ തോന്നും അല്ലേ? ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്. ഇവിടെ ഒരു മസ്റ്റ് വിസിറ്റ് പ്ലേസ് തന്നെയാണ് ക്ലൗഡ് ഫോറസ്റ്റ് ഗാർഡൻസ് ബൈ ദ ബേ. പല ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഫ്ലവേഴ്സിൻ്റെ പിക്ചേഴ്സ് എടുത്തിട്ടുണ്ടായിരുന്നു. അതെല്ലാം ഞാൻ മുമ്പത്തെ വീഡിയോയിൽ ഈ ക്ലൗഡ് ഫോറസ്റ്റും ഫ്ലവർ ഡോമിലെയും ഫ്ലവേഴ്സിൻ്റെ വീഡിയോസ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു.你这个不是开玩笑的。
ഞങ്ങൾ ആ സൂപ്പർ ട്രീ ഇരിക്കുന്ന സ്ഥലത്തോട്ടേക്ക് പോയി. അവിടെ ഈവനിങ് ഒരു 7:45, ഏകദേശം ഒരു 7:30-7:45 ആകുമ്പോൾ ഒരു ഷോ ഉണ്ടായിരുന്നു, ലൈറ്റ് ഷോ. അത് കാണാൻ നല്ല ഭംഗിയായിരുന്നു. ഈവൻ നല്ല പിക്ചേഴ്സും ക്ലിക്ക് ചെയ്യാൻ പറ്റി. ഒരു വേറെ തന്നെ ഒരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു ഈ ലൈറ്റ് ഷോ. നമ്മൾ ഇതിന് ടിക്കറ്റ് വേറെ എക്സ്ട്രാ ഒന്നും വേണ്ട.